ഇത് വിൽക്കുന്നില്ല ഇത് നല്ല വില ഉണ്ട്. നോക്കിയും പോയി ഇവിടെ വില ഉണ്ട് മീനിന്. ഇത്രയുള്ള മീൻ വിൽക്കാത്തെന്ത്? ഇരുപത്തിമൂന്നാം തീയതി രാവിലെ 6 മണിക്ക് ഈ കാണുന്ന പോലെ വള്ളക്കാർക്ക് മീനൊക്കെ ഉണ്ട്. ഇവരൊക്കെ വെളിയിലുള്ള വള്ളക്കാരാണ് കേട്ടോ. പുതിയതുറ, പുല്ലുവള, പള്ളം, പൂവാറ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ വലപ്പണിക്ക് പോയിട്ട് ദാണ്ട് ഇതുപോലെ പെട്ടിയിലാണ് മീൻ കൊണ്ട് വച്ചിട്ട് ഇവരിവിടെ നിന്നാണ് കുട്ടയിലോട്ട് വാരി എടുക്കുന്നത്. ഇതും വേറൊരു വള്ളക്കാരാണ്. കേട്ടില്ല. ഇതുപോലെ പെട്ടിയിലാക്കിയിട്ട് ഇവർ കുട്ടയിലോട്ടാണ് വാരി എടുക്കുന്നത്. അപ്പോൾ വിലയും കാര്യം എല്ലാം നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ഞാനിപ്പോൾ അത്യാവശ്യം ഇവിടെ വെളിയിലുള്ള വള്ളക്കാർ ഈ പെട്ടിയിലൊക്കെ മീനുമായിട്ട് വന്നപ്പോഴേ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ് കേട്ടോ. രാവിലെയുള്ള ഒരു തിരക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മുടെ വിഴിഞ്ഞംകടപ്പുറത്ത് രാവിലെ ഒരു 6 മണി സമയം, രാത്രി 11 മണി മുതലേ വള്ളക്കാർ വരാൻ തുടങ്ങിക്കഴിഞ്ഞാലും രാവിലെ ഉള്ള ഒരു സ്ഥിതി ഇങ്ങനെയായിരിക്കും കേട്ടോ. അതായത് ഇവർ 2ാം പ്രാവശ്യമൊക്കെ വല വിട്ട് വരുന്നവരാണ്. ഒരു പ്രാവശ്യം വല വിട്ട് കഴിഞ്ഞാൽ രാത്രി 11 മണി മുതലേ വള്ളക്കാർ നേരത്തെ വരാൻ തുടങ്ങും. ഇത് സമയം താമസിച്ച് വരുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 2ാം പ്രാവശ്യം വല വിട്ട് വരുന്നവരാണ്. കാണുന്നുണ്ടോ, ഇതൊക്കെ എച്ച വല, വലിയ വല എന്നൊക്കെ പറയുന്ന വലകളാണ് കേട്ടോ. ഇവർക്ക് ചൂര മീനാണ് ഉള്ളത്. ചൂര മീൻ അതാ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ. ചൂര മീനായതുകൊണ്ട് കയ്യിലോട്ടാണ് എടുത്തുകൊണ്ട് പോകുന്നത്. 10 എണ്ണ തന്നെയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. ഇതും വലക്കാർ തന്നെയാണ് കേട്ടോ. ഇപ്പുറ സൈഡ് വലക്കാർ തന്നെയാണ്. അവർക്കുള്ളത് നാവികക്കാരൊക്കെയാണ്. അത് നാവികക്കാരെ കുറച്ചെടുത്ത് എണ്ണ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. പെട്ടിയിലിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. കാരണം മീൻ ഫ്രഷ് ആയിരിക്കും. ഇവർ ഇവിടെ നിന്ന് പോകുമ്പോഴേ, പണിക്ക് പോകുമ്പോഴേ 1-2 പീസ് ഐസുമായിട്ടാണ് പോകുന്നത്. ഇത്ര മീനുള്ള നഷ്ടം തന്നെ. എച്ച വില തന്നെയല്ലോ ഇത്, വലിയ വിലയാണ്. 3-ാം നമ്പർ വില അല്ലേ. അപ്പോൾ വലകളിൽ ഈ കണ്ണി ഹോളില്ലേ, ഹോൾ അനുസരിച്ചായിരിക്കും ഓരോ ഇത് വരുന്നത്. വലിയ വില, എച്ച വില, അതുപോലെ റോള് വില, ഡിസ്കോ വില, കൊഞ്ചു വില, അങ്ങനെയൊക്കെ. ഡിസ്കോ വിലയും കൊഞ്ചു വിലയൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ വലിയ വില, എച്ച വില എന്നൊക്കെ നമ്മുടെ കൂട്ടുകാരോട് പറയുമ്പോഴത്തേക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് വലക്കാരായതുകൊണ്ട് ഇവരുടെ ഒരു തിരക്കെന്ന് പറഞ്ഞാൽ രാവിലെ ഏകദേശം ഒരു 8-8:30 മണിയൊക്കെ ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ ഇവരുടെ തിരക്ക് മാറി ഇനി വരുന്നത് റോള് വലയായിരിക്കും, റോള് വലക്കാർ. അത് കഴിഞ്ഞാൽ വരുന്നത് കുട്ടിച്ചൂര വള്ളം കേട്ടോ. ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ വിഴിഞ്ഞംകടപ്പുറത്ത് പകൽ ഏറ്റവും കൂടുതലുള്ളത് കുട്ടിച്ചൂര തന്നെയാണ്. അപ്പോൾ കുട്ടിച്ചൂര നമുക്ക് ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും ഏകദേശം രാത്രി 9 മണി വരെ തമിഴ്നാട് വള്ളക്കാരൊക്കെ വന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. ഒരുപാട് പേര് തമിഴ്നാട് വള്ളക്കാർ, ഒരുപാട് പേര് അവരുടെ നാടുകളിലും പെട്ടിയിൽ മീൻ കയറ്റി കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവരിപ്പോൾ എടുക്കുന്ന മീനൊക്കെ ഉണ്ട്. വാളിയാമരൽ, ഓലത്തള, അങ്ങനത്തെ കുറച്ച് മീനൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇവർക്ക്. ഇതാണ് തള, വാളിയാമരൽ. ഉള്ള വള്ളക്കാർക്ക് മീനുകളുള്ളു, ഇല്ലാത്തവർക്ക് മീനൊക്കെ വളരെ കുറവാണ് കേട്ടോ. വാളിയാമരൽ മീനുണ്ടോ ചേട്ടാ? ഒരു വാളിയാമരൽ ഇങ്ങ് തരുന്നു. അതാ കാണിച്ചാൽ വച്ചിരുന്നാൽ മതി. ഉണ്ടോ? ഇതാണ് വാളിയാമരൽ. വയ്ക്കേട്ടോ അവിടെ. എടാ നിങ്ങളുടെ സ്ഥലം ഇവിടെ വലിയ വേളി അല്ലേ? വലിയ വേളിക്കാരാണ് കേട്ടോ. നമ്മൾ സീസൺ ടൈം ആയത് കാരണമാണ് വെളിയിലുള്ള വള്ളക്കാരൊക്കെ ഇവിടെ മീനുമായിട്ട് വരുന്നത്. കാരണം ഇവരുടെ ഏരിയയിലോട്ട് വള്ളങ്ങൾ അടുപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ നെമ്മീൻ്റെ ചെറിയ സൈസ് ഉണ്ട് ചേട്ടാ. ഇതിനെ നമ്മൾ കറയിലാവെന്ന് പറയും, നെമ്മീനെന്ന് തന്നെ പറയൂ. കറയിലാവെന്നും പറയും കേട്ടോ. ഇത് നാടൻ ചൂര, അയില, അങ്ങനത്തെ കുറച്ച് വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഓലത്തള ഉണ്ടോ? ഓലത്തള. അപ്പോൾ ഇവർ കുട്ടയിലോട്ട് വാരി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ലേലത്തിൽ കൊടുക്കാനായിട്ട്.
10 ഇതാണ് എണ്ണി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളീ കാണുന്നത് 23-ാം തീയതി രാവിലെ 6 മണിക്കുള്ള ഒരു കാഴ്ചയാണ്. നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ ഒരു കാഴ്ചയാണ്. ഏകദേശം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇങ്ങനെയായിരിക്കും അവസ്ഥകൾ. അതായത് മീൻ ഇന്നത്തെ അവസ്ഥയായിരിക്കത്തില്ല നാളെ കേട്ടോ, അതുപോലെ ഇന്നത്തെ റേറ്റ് ആയിരിക്കത്തില്ല നാളെ. അപ്പോൾ അതുപോലെ നമ്മൾ ഈ റേറ്റും കാര്യം കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് മീനെടുത്ത് കഴിഞ്ഞാൽ ഈ വള്ളത്തിലെ റേറ്റുകളാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇതിൻ്റെ വിലയൊക്കെ ഒരു ഇരട്ടിയൂടെ കൂടും. നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. നമുക്ക് നേരിട്ട് വന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്ത് വരുന്ന കാശോ കാര്യങ്ങളോ മാത്രം ആകും. അത് ഈ കറിക്കാർക്കാണ്, അല്ലാതെ കച്ചവടക്കാർക്ക് ഇങ്ങനത്തെ അവസ്ഥയായിരിക്കത്തില്ല. അവർക്ക് ഒരിരട്ടി വില കൂടെ കൂടും. അപ്പോൾ നമ്മുടെ വിലയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ കൂട്ടുകാർ പാവപ്പെട്ട കച്ചവടക്കാരോട് ബാർഗിൻ ചെയ്യാൻ നിൽക്കരുത്. അതും കൂടെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ.